നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തമിഴ്നാട് തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ചു. അട്ടിമറിയെന്ന് സംശയം. പാളത്തിൽ കണ്ടെത്തിയ വിള്ളലിൽ ദുരൂഹത. അന്വേഷണത്തിന് 3 സംഘങ്ങൾ. ട്രെയിൻ ഗതാഗതം താറുമാറായി. ബിജെപി നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. പ്രവർത്തനത്തിന് ശക്തി പകരുന്ന തീരുമാനമെന്ന് സദാനന്ദൻ. കേരളത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി എന്നും കരുതലോടെ തന്നെയാണ് കേരളത്തെ കണ്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും വികസനത്തിന്റെ പുതിയ ചക്രവാളത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ ധാരാളം പാർട്ടി നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു നിയോഗവും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കർമ്മ പദ്ധതി തയ്യാറാക്കി ബിജെപി. യുഡിഎഫിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവം. കോതമംഗലം സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. പെരുമ്പാവൂർ ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ നീക്കം. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ആർഎസ്പി. ചവറയിൽ നിന്ന് മാറി മത്സരിക്കാൻ ഷിബു ബേബി ജോൺ. കീമിൽ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഹർജി നാളെ പരിഗണിച്ചേക്കും. ആർ ബിന്ദുവിനെതിരെ സമസ്ത മുഖപത്രം. മന്ത്രിയുടേത് വിദ്യാഭ്യാസ മേഖലയെ കുളം തോണ്ടുന്ന നടപടിയെന്ന് വിമർശനം. ഒരു സംഘടനയെയും താൻ വെല്ലുവിളിച്ചിട്ടില്ലെന്ന് വി ശിവൻകുട്ടി. പുത്തൻകുരിശിൽ വളർത്തു നായക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളൽ. കേസെടുത്ത് പോലീസ്. പാലക്കാട് തെരുവു നായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ശുഭാംശു ശുക്ല തിരികെ ഭൂമിയിലേക്ക്. മടക്കം 18 ദിവസത്തെ ദൗത്യത്തിന് ശേഷം മറ്റന്നാൾ ഉച്ചയോടെ ഡ്രാഗൺ പേടകം എത്തും. ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് ചടങ്ങ് അല്പസമയത്തിനകം. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പതറുന്നു. 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടമായി. മുഹമ്മദ് സിറാജിന് 2 വിക്കറ്റ്. വിശദമായി നോക്കാം. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. അപകട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണം. 3 പ്രത്യേക സംഘങ്ങൾ അപകടം അന്വേഷിക്കും. 7.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. ചെന്നൈ തുറമുഖത്തിൽ നിന്ന് മൈസൂരുവിലേക്ക് ഡീസൽ നിറച്ച വാഗണുകളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 5 മണിയോടെ തിരുവള്ളൂരിൽ വെച്ച് ഒരു ബോഗി പാളം തെറ്റുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നു. തീ 10 വാഗണുകളിലേക്ക് കൂടി പടർന്നതോടെ ആളി കത്തി. ണ്ട് വാഗണുകളുള്ള ട്രെയിനിൽ 30,000 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു. മറ്റ് വാഗണുകൾ വേർപിടിവിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും വലിയ അപകടം ഒഴിവാക്കി. ജനവാസ മേഖലയായതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ആളുകളെയും ഒഴിപ്പിച്ചു. 5:30 AM at Tiruvallur railway station there is a train accident. A diesel goods train from Manali to Jolarpet and onward to Karnataka got fire near the Tiruvallur railway station and 5 bogies have started the initial fire. അപകട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇതോടെ അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ട്. വിള്ളൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നറിയാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ട്രാക്കിൽ പരിശോധന നടത്തി. അപകടത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി. ചെന്നൈ സെൻട്രൽ മൈസൂരു വന്ദേ ഭാരത്, ചെന്നൈ സെൻട്രൽ മൈസൂരു ശതാബ്ദി എക്സ്പ്രസ്, ചെന്നൈ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെ 8 ട്രെയിനുകൾ റദ്ദാക്കി. പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിന് ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചതെന്ന് സി സദാനന്ദൻ പ്രതികരിച്ചു. ധൈര്യത്തിന്റെ പ്രതീകമാണ് സദാനന്ദനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
വിവിധ മേഖലയിലെ പ്രാവീണ്യവും അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളും പരിഗണിച്ച് 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇതിൽ 4 പേരുടെ ഒഴിവാണ് ഇപ്പോൾ നികത്തിയത്. കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് C. സദാനന്ദൻ, അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. നിലവിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് C. സദാനന്ദൻ. 1994 ജനുവരി 25-ന് RSS-CPF സംഘർഷത്തിൽ അദ്ദേഹത്തിന് ഇരുകാലുകളും നഷ്ടമായി. കണ്ണൂർ രാഷ്ട്രീയത്തിൽ കലുഷിതമായ നാളുകളായിരുന്നു ഇത്. ഇതിന് തുടർച്ചയായാണ് അന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KV സുധീഷ് കൊല്ലപ്പെട്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ C. സദാനന്ദന്റെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ദേശീയതലത്തിൽ തന്നെ ചർച്ചയാക്കാൻ BJPക്കായി. തീരുമാനം കേരളത്തിലെ BJPക്ക് കരുത്തു പകരുമെന്ന് C. സദാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി എന്നും കരുതലോടെ തന്നെയാണ് കേരളത്തെ കണ്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും വികസനത്തിൻ്റെ പുതിയ ചക്രവാളത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ ധാരാളം പാർട്ടി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു നിയോഗവും. ധൈര്യത്തിന്റെ പ്രതീകമാണ് സദാനന്ദനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് RSSുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന C. സദാനന്ദന്റെ രാജ്യസഭാ പ്രവേശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രീയ കോട്ടയിൽ രാജ്യസഭയിലേക്ക് അയക്കണമായിരുന്നുവെന്ന് KC വേണുഗോപാൽ MP. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാകും. കേരളത്തിൽ നിന്ന് മുമ്പ് നോമിനേറ്റ് ചെയ്തത് MS സ്വാമിനാഥനെയാണെന്നും KC വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് 300 പഞ്ചായത്തുകളും 35-ലധികം നഗരസഭകളും പിടിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി BJP. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോർ കമ്മിറ്റിയാണ് തന്ത്രം ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. സ്ഥാനമാനങ്ങളോ സീറ്റോ കിട്ടിയില്ലെന്ന് പരാതി ആർക്കും വേണ്ടെന്ന് യോഗത്തിൽ നേതാക്കൾക്ക് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. ബലിദാനികളുടെ നാടാണ് കേരളമെന്നും അതിനപ്പുറത്തേക്ക് വലിയ ത്യാഗം ആരും ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. യോഗത്തിന്റെ തുടക്കവും ഒടുക്കവും നേതാക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അമിത്ഷാ കോർ കമ്മിറ്റി യോഗത്തിൽ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. 300 പഞ്ചായത്തുകളെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കണം, 35 മുനിസിപ്പാലിറ്റികളെങ്കിലും പിടിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക തന്ത്രം പയറ്റണം. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ 6000 അംഗങ്ങളെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPക്ക് ഉണ്ടാകണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. തീരുമാനങ്ങൾ നടപ്പായോ എന്ന് വിലയിരുത്താൻ ഓഗസ്റ്റിൽ വീണ്ടും അമിത്ഷാ കേരളത്തിലെത്തും. സ്ഥാനമാനങ്ങളോ സീറ്റോ കിട്ടിയില്ലെന്ന പരാതി ആർക്കും വേണ്ട. ജീവത്യാഗം ചെയ്ത ബലിദാനികളുടെ നാടാണ് കേരളം. അതിനപ്പുറത്തേക്ക് വലിയ ത്യാഗമൊന്നും ആരും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. ഗ്രൂപ്പിനതീതമായി പരാതിയില്ലാത്തവരായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് ഫലത്തിൽ അമിത്ഷാ നൽകിയത്. ഇതിന്റെ തുടർച്ചയാണ് CPM അക്രമത്തിൽ കാലുകൾ നഷ്ടമായ C. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം. പുതുതായി വരുന്നവർക്ക് മാത്രം പദവി നൽകുന്നു എന്ന പരാതി അവസാനിപ്പിക്കാനും BJP കേന്ദ്ര നേതൃത്വം ഇതിലൂടെ ലക്ഷ്യമിടുന്നു. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം മണ്ഡലം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ നീക്കങ്ങൾ ശക്തമാകുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി ഉണ്ടായ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കാരണം. പെരുമ്പാവൂർ സീറ്റുമായുള്ള കൈമാറ്റവും അജണ്ടയിലുണ്ട്. മണ്ഡല രൂപീകരണം മുതൽ കോൺഗ്രസും കേരള കോൺഗ്രസുകളും ഇവിടെ മാറി മാറി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. UDFന്റെ ഉറച്ച കോട്ടയായി മാറിയിരുന്ന മണ്ഡലം എന്നാൽ കഴിഞ്ഞ 2 തവണയായി ഇടതുമുന്നണിക്കൊപ്പമാണ്. CPMലെ ആന്റണി ജോൺ മണ്ഡലത്തിലെ ജനകീയ മുഖമായി മാറിക്കഴിഞ്ഞു. ഇക്കുറി ഏത് വിധേനയും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നത് കോൺഗ്രസിനകത്തെ വികാരമാണ്. ചാനൽ ചർച്ചകളിലെ സജീവമുഖവും യുവനേതാവുമായ ഡോക്ടർ ജിൻഡോ ജോണിനെ ഇവിടെ മത്സരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യാക്കോബായ സഭാ വിഭാഗത്തിനും കത്തോലിക്ക സഭയ്ക്കും ഒരുപോലെ മേധാവിത്വമുള്ള മണ്ഡലം കൂടിയാണിത്. ആദ്യ തവണ 20,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച ആന്റണി ജോൺ പക്ഷേ കഴിഞ്ഞ തവണ വിറച്ചാണ് ജയിച്ചത്. UDF ജില്ലാ കൺവീനറും ജോസഫ് വിഭാഗം നേതാവുമായ ഷിബു തെക്കുംപുറം ആന്റണിയുടെ ഭൂരിപക്ഷം 6,000-ഓളമായി കുറച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. മണ്ഡലമാറ്റം യാതൊരു രീതിയിലും കേരള കോൺഗ്രസ് അംഗീകരിക്കില്ല. സാമൂഹ്യ സേവന പദ്ധതികളുമായി ഷിബു തെക്കുംപുറം മണ്ഡലത്തിലെ സജീവ സാന്നിധ്യവുമാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്ന ആരോപണവും കേസുകളുമാണ് ഇക്കുറി അദ്ദേഹത്തിന് വിനയാകുന്നത്. ഈ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്ത് കോതമംഗലം ഏറ്റെടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് കൂടി അഭിമിതനായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകളുമുണ്ട്. എന്നാൽ സഭ ഇതിനുവേണ്ടി നേരിട്ട് ഇറങ്ങില്ല.
നിലവിലെ സാഹചര്യത്തിൽ കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുക എന്നതും വലിയ പൊട്ടിത്തെറിക്ക് വഴി തുറക്കാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ RSP. സീറ്റ് തിരികെ ആവശ്യപ്പെടാൻ ഒരുങ്ങുന്ന RSP മട്ടന്നൂരിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ്. കൊല്ലം ജില്ലയിൽ കൂടുതൽ സീറ്റ് വേണമെന്നും ആവശ്യമുണ്ട്. കൊല്ലം ലഭിക്കുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്ന് മാറിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ വിലപേശൽ തന്ത്രം തന്നെയാണ് RSPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലുള്ള 5 സീറ്റുകൾക്ക് പുറമെ 2 സീറ്റുകൾ കൂടി അധികമായി വേണമെന്ന ആവശ്യമാകും RSP UDFിന് മുമ്പിൽ വെക്കുക. അതല്ല എങ്കിൽ ജയസാധ്യതയുള്ള 2 സീറ്റുകൾ തങ്ങൾക്ക് വെച്ചുമാറണം. ഈ ഒരു ഓപ്ഷനാണ് RSP മുമ്പോട്ട് വെക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്തെ വാമനപുരവും അതോടൊപ്പം ആലപ്പുഴയിലെ അമ്പലപ്പുഴയും 2021 സമാനമായ തരത്തിൽ ഈ 2 സീറ്റുകൾ അധികമായി നൽകണമെന്ന ആവശ്യം RSPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ സീറ്റ് വീതം വെപ്പിൽ RSPയുടെ ആ ആവശ്യം പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയി. പക്ഷേ ഇത്തവണയും സമാനമായ ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് RSP നേതൃത്വം മുമ്പോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ചവറയിൽ നിന്ന് മാറി ഷിബു ബേബി ജോണിനെ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന കാര്യവും സജീവമായി തന്നെ RSP നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. അതേസമയം ഒരു വിഭാഗം കടുത്ത വിയോജിപ്പാണ് ഈ നീക്കത്തോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 1100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഷിബു ബേബി ജോണിന് ചവറയിൽ പരാജയം സംഭവിച്ചത്. RSPയുടെ ഒരു കോട്ട തന്നെയാണ് ചവറ. അവിടെ കൃത്യമായ പ്രവർത്തനം നേരത്തെ മുതൽ തന്നെ തുടങ്ങാനായാൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം സജീവമാക്കിയാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് RSP ഉള്ളത്. അതുകൊണ്ട് സീറ്റ് വെച്ചുമാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ട കാര്യം ഷിബു ബേബി ജോണിനില്ല എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വസ്തർ പറയുന്നത്. എന്തായാലും അധിക സീറ്റുകൾ വേണമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് RSP. ഈ മാസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് RSP നേതൃത്വം വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ സമസ്തയുമായി ചർച്ചയ്ക്ക് വഴി തെളിയുന്നു. സർക്കാർ ക്ഷണിച്ചാൽ ഏത് നിമിഷവും ചർച്ചയ്ക്കെത്താൻ തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ പറയുന്നു. വിവാദം കൊഴുക്കുന്നതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തി. കേരളത്തിലെ സർവകലാശാല വിസിമാർ മുഴുവൻ സംഘികളാണെന്ന് സുപ്രഭാതം വിമർശിക്കുന്നു. ചാൻസലറായ ഗവർണറിലൂടെ സർവകലാശാലകളിൽ പിൻവാതിൽ ഭരണം നടത്തുന്നത് സംഘപരിവാറാണ്. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയതടക്കം വിദ്യാഭ്യാസ മേഖലയെ കുളം തോണ്ടുന്ന നടപടികളാണ് മന്ത്രി ആർ ബിന്ദു കൈക്കൊണ്ടത്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത ഇടതുപക്ഷം സ്വകാര്യ സർവകലാശാലകൾക്കായി പരവതാനി വിരിക്കുകയാണ്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളെ ഓർത്തിരുന്നെങ്കിൽ കീമിന്റെ പേരിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും തീ തിന്നേണ്ടി വരില്ലായിരുന്നു. കുലസ്ത്രീ വേഷധാരിയാണ് ടീച്ചറെങ്കിലും കുട്ടികൾ ആണും പെണ്ണും കെട്ട വസ്ത്രം ധരിക്കട്ടെ എന്ന പക്ഷം ബിന്ദുവിനുണ്ടെന്നും സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉയർത്തിയ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അയഞ്ഞതോടെ ഏത് സമയത്തും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ അറിയിച്ചു. രാവിലെയുള്ള 15 മിനിറ്റ് അധിക സമയം വൈകുന്നേരം ചേർത്താൽ 4:30 ക്ലാസ് അവസാനിക്കുന്ന രീതിയിൽ ക്രമീകരണം നടത്താനാവുമെന്നാണ് സമസ്തയുടെ നിർദ്ദേശം. എന്നാൽ 3 മധ്യസ്ഥ പീരീഡുകളിൽ ഓരോന്നിലും 5 മിനിറ്റ് വീതം കുറിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാവുമെന്നാണ് സർക്കാർ വാദം. വിഷയത്തിൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം സമസ്തയുമായി ചർച്ച നടത്താനാണ് സർക്കാർ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. പുതുക്കിയ കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ പിന്നോട്ടു പോയ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഹർജി നൽകിയത്. പുതിയ ഫോർമുല ഡിവിഷൻ ബെഞ്ച് തള്ളിയെങ്കിലും കേരള സർക്കാർ വിധിയിൽ അപ്പീലിന് പോയില്ലായിരുന്നു. ഇതോടെയാണ് സ്വന്തം നിലയിൽ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കീം പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രവേശന നടപടികൾ സങ്കീർണമാക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. അനീതി കണ്ടെത്തിയപ്പോഴാണ് സർക്കാർ പരിഹരിക്കാൻ ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒരു സംഘടനയെയും താൻ വെല്ലുവിളിച്ചിട്ടില്ല. സ്കൂൾ സമയമാറ്റത്തിൽ തുറന്ന മനസ്സോടെ ആരുമായും സംസാരിക്കാം. 2014 UDF കാലത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സമയം നീട്ടിയിരുന്നു. അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പാദപൂജ വിവാദത്തിൽ പ്രതികരിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ഗുരുപൂജ നമ്മുടെ സംസ്കാരമാണ്. ചിലർ ഇതിനെ എതിർക്കുന്നുവെന്നും ഇവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണെന്നും മനസ്സിലാകുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. Biggest seer himself,
though he was a Shishya, he also had very good reverence for his gurus. And that is the reason why he always used to pray, he always used to bow before the gurus. Just today morning, I read one news item in the newspaper, and that it was disturbing. You also must have read it. You must also have seen that yesterday, or you must have heard of it. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and in that culture, we offer flowers at the feet of our Guru. And some people have objected to it. SFIയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ. ക്ഷുഭിത യൗവനങ്ങളെ SFI കൂടെ നിർത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ കാണാമെന്ന പരിഹാസം. എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, KSUവിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ എന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കും എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് കൊണ്ടുവരും. കുര്യന്റെ വിമർശനത്തിന് അതേ വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി. കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ കുറവായിരിക്കാമെന്നും പക്ഷേ ആ കുറവ് തെരുവിലെ സമരങ്ങളിൽ ഇല്ലെന്നുമായിരുന്നു പ്രതികരണം. ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ, സംസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ വഹിക്കുന്നു. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നു. പാർട്ടി പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനുള്ള പോരാട്ടത്തിൽ പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോൾ തോളിൽ തട്ടി അഭിനന്ദിക്കണമെന്ന് പറയുന്നില്ലെന്നും എന്നാൽ ചവിട്ടി താഴ്ത്തരുതെന്നാണ് പറയാനുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദ് വിമർശനമുന്നയിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രാഷ്ട്രീയ പോര് രൂക്ഷമാകുന്നു. AIBയുടെ പ്രാഥമിക റിപ്പോർട്ട് പാർലമെന്റിൽ അടക്കം ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പൈലറ്റുമാരെ സംശയനിഴലിൽ നിർത്തരുതെന്നും അന്വേഷണം സുതാര്യമാക്കണമെന്നുമാണ് ആവശ്യം. AIBയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല കോണിൽ നിന്നും വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുകയാണ്. തീർത്തും അവ്യക്തത നിറഞ്ഞ റിപ്പോർട്ട് എന്തിനു പുറത്തുവിട്ടു എന്നതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, കോക്പിറ്റിലെ പൂർണ്ണമായ സംഭാഷണം പുറത്തുവിടാതെ ചില വാചകങ്ങൾ മാത്രം അടർത്തിയെടുത്ത് റിപ്പോർട്ടിൽ ചേർത്തത് പൈലറ്റുമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. ചോദ്യവും ഉത്തരവും ആരുടേതെന്ന് വ്യക്തമാക്കാത്തതിലും ഗുരുതര പിഴവുണ്ട്. ലോക്കിംഗ് സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ബോയിംഗ് വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് നീങ്ങാനിടയുണ്ടെന്ന 2018 FIA മാർഗരേഖയിൽ എയർ ഇന്ത്യ പരിശോധന നടത്താതിരുന്നത് എന്തുകൊണ്ട് എന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനിടെ പൈലറ്റുമാരെ മാത്രം സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തി. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം 2 ദിവസം മുമ്പ് തന്നെ വിദേശ മാധ്യമങ്ങൾക്ക് ചോർന്നതടക്കം പാർലമെന്റിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പൈലറ്റുമാരുടെ സംഘടനയായ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ
മധാപുരം ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ അജിത് കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നീതി തേടി തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് ശിവാനന്ദ ശാലയിൽ TVKയുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മാപ്പല്ല വേണ്ടത് നീതിയാണ് എന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു വിജയുടെ പ്രതിഷേധം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ചോദ്യങ്ങളുമായാണ് വിജയ് രംഗത്തെത്തിയത്. പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമുള്ള വിജയുടെ ആദ്യ വലിയ പൊതുറാലിയാണ് സംഘടിപ്പിച്ചത്. ആക്സിയം 4 ദൗത്യ സംഘത്തിന്റെ മടക്കയാത്ര നാളെ വൈകിട്ട് 4:35 ചൊവ്വാഴ്ച ഉച്ചയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചെയ്യുമെന്നാണ് വിവരം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 7:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് ചടങ്ങും ഉണ്ടാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ദൌത്യസംഘം നാളെ മടങ്ങും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച വൈകിട്ട് 4:35 ആക്സിയം 4ന്റെ ഭാഗമായ ഡ്രാഗൺ പേടകത്തിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 2 മണിയോടെ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നാസയും ആക്സിയം സ്പേസും സംപ്രേഷണം ചെയ്ത് തുടങ്ങും. 2:25 4 ബഹിരാകാശ യാത്രികരും പേടകത്തിനകത്ത് പ്രവേശിക്കും. തുടർന്ന് 4:15 അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുക. 4:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുന്ന പേടകം നീണ്ട 23 മണിക്കൂറോളം യാത്ര ചെയ്താകും ഭൂമിയിലെത്തുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാകും കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുക. തുടർന്ന് യാത്രികരെ സ്പേസ് എക്സ് കപ്പലിലേറ്റി തീരത്തേക്ക് കൊണ്ടുപോകും. പിന്നാലെ ഇവർക്ക് 7 ദിവസത്തെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ കടന്നുപോകണം. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെട്ടു വരുന്നതിനാണ് ഈ വിശ്രമ പരിപാടി. നീണ്ട 17 ദിവസത്തെ ദൌത്യത്തിനിടെ 60-ലധികം പരീക്ഷണങ്ങളിലേർപ്പെട്ട ദൌത്യസംഘം ഇതിന്റെ വിവരങ്ങളടങ്ങിയ 580 പൗണ്ട് ചരക്കുമായാകും മടങ്ങിയെത്തുക. ഇന്ന് രാത്രി 7:30 ആക്സിയം 4 സംഘത്തിന് അന്താരാഷ്ട്ര സംഘത്തിന്റെ പ്രത്യേക യാത്രയയപ്പ് നൽകും. ചടങ്ങിൽ ദൌത്യത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളിലെ വെളിപ്പെടുത്തലിൽ നിർണായകമായത് സൗജന്യ വധക്കേസാണ്. കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് വരെ എത്തിച്ചത്. നീതിക്കായി ഇന്നും ഇവരുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. 2012 ഒക്ടോബർ 9 ധർമ്മസ്ഥലയിലെ കോളേജ് വിദ്യാർത്ഥിനിയായ സൗജന്യ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതിനിടെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് സൗജന്യയെ കാണാതാവുന്നത്. പിന്നീട് സ്കൂൾ യൂണിഫോമും ಬ್ಯಾಗು ಉൾപ്പെടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2012ರಲ್ಲಿ ನನ್ನ ಮಗಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದ ನೇತ್ರಾವತಿಯಲ್ಲಿ ಬಸ್ಸಿನಿಂದ ಇಲ್ಲಿದ್ದು ನಡ್ಕೊಂಡು ಬರುವಾಗ ಅಂದರೆ ಬೆಳಿಗ್ಗೆ ಏನು ತಿನ್ನದೆ ಮಗು ಹೋಗಿದ್ದಾಳೆ. ಮಧ್ಯಾಹ್ನ ಊಟಕ್ಕೆ ಬರ್ತೇನೆ ಅಮ್ಮ ಅಂತ ಹೇಳಿ 4 ಕಾಲಿಗೆ ನೇತ್ರಾವತಿ ದಾಟಿದ್ದಾಳೆ. ನೇತ್ರಾವತಿಯಿಂದ ಕಿಡ್ನಾಪ್ ಮಾಡಿ ಅತ್ಯಾಚಾರ ಮಾಡಿ ಮೈಯಲ್ಲಿ ಎಷ್ಟು ಜಾಗಿದಷ್ಟಕ್ಕೆಲ್ಲ ಕಚ್ಚಿ കൊല ಮಾಡಿದ್ದಾರೆ. കാർക്കട സ്വദേശിയെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. ഇയാളല്ല കൊലയാളിയെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം ചർച്ചയാവുകയും ഇവരിലൊരാളെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ആ അമ്മയുടെ കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ സമൂഹം കേൾക്കുന്നുണ്ട് അമ്മയുടെ കരച്ചിൽ. ഒരുപാട് വിഷമമുണ്ട്. ഒരു പ്രതിയെന്ന് പറഞ്ഞ് ഒരു നിരപരാധിയെ പിടിച്ചകത്തിട്ടു. 6 വർഷം അവനെ ശിക്ഷിച്ചു. എന്നിട്ടോ കുറ്റം ചെയ്ത ആരാണ് ഇതുവരെ പിടിക്കാൻ പറ്റില്ല. അവനെ വെറുതെ വിട്ടു കോടതി. വെറുതെ വിട്ട് ഇപ്പോൾ എല്ലാവരും ഈ മഹേഷ് ഷെട്ടി തിമറോടി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ പോരാട്ടം നടത്തുന്നത് സൗജന്യ പോരാട്ടം. പക്ഷേ ഇതുവരെ ഇനി എന്തൊക്കെയോ മുടന്ത ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇത് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കോടതിയുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് കടലാസുകളും കാര്യങ്ങളും അതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ തിരുമറി നടത്തുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിൽ? ആരാണ് സാറേ? ഈ അമ്മയുടെ കണ്ണീരിന് വിലയില്ലേ? ഇതൊരു കണ്ണുനീരല്ലേ? ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്ത കൊലപാതകമാണ്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. ഇതോടെയാണ് സൗജന്യ വധക്കേസ് വീണ്ടും ചർച്ചയായത്. നീതിക്കായി ഇന്നും ഇവരുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. 2012 ഒക്ടോബർ 9 അതിക്രൂരമായി കൊല്ലപ്പെട്ട സൗജന്യയുടെ മൃതദേഹമാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല. നീതിക്കായുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നു. ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 17 തിയേറ്ററുകളിൽ. ജൂൺ 27 ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിന് ശേഷമാണ് ചിത്രം
പ്രദർശനത്തിന് എത്തുന്നത്. ഒരുപാട് ചോദ്യങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നെന്നും പിന്തുണച്ചവർക്കെല്ലാം നന്ദിയെന്നും സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എറണാകുളം പുത്തൻകുരിശിൽ വളർത്തുനായയ്ക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. 3 മാസം പ്രായമായ നായക്കുട്ടിയുടെ ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചെന്ന് പരാതി. നായയുടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾ പൊള്ളലേറ്റ നിലയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പുത്തൻകുരിശ് പോലീസാണ് കേസെടുത്തത്. നായയുടെ ഉടമ നൽകിയ പരാതിയിലാണ് നടപടി. വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം നോക്കിയാണ് 3 മാസം പ്രായമായ പൂപ്പിയോട് അജ്ഞാതൻ ഈ ക്രൂരത കാട്ടിയത്. നയന വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് പേടിച്ചിരിക്കുന്ന പൂപ്പിയെ. മൃഗാശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് എന്തോ രാസവസ്തു പൂപ്പിയുടെ മേൽ ഒഴിച്ചെന്ന് സ്ഥിരീകരിച്ചത്. അടുത്തുണ്ടായിരുന്ന ഫെലിക്കൻ ഹോസ്പിറ്റലായിരുന്നു. അവരവിടെ വന്ന് തന്നെ അവനെ മാക്സിമം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അത് ലാബ് ടെസ്റ്റിലാണ് അറിയണത് ഇതെന്തോ കെമിക്കൽ തന്നെയാണെന്ന് പറഞ്ഞു. വെച്ചാൽ വെള്ളമൊന്നുമല്ല, കെമിക്കൽ എന്തോ വീണതാണ്. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ടുള്ളൂ. ചെവിക്കാണെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടോ? അവർ ആ ഡോക്ടർ വായ പൊളിച്ച് നോക്കി. അപ്പം അതിൻ്റെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വായും നാക്കും ഒക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പം അത് ഇന്റേണൽ ഓർഗൻസിനെ, ത്രോട്ടടക്കം ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികളോടൊപ്പം ഓടിക്കളിച്ച് എല്ലാവരുടെയും പൊന്നോമനയായി നടന്ന പൂപ്പിക്കിപ്പോൾ ആളുകളെ കാണുമ്പോൾ പേടിയാണ്. നായക്കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മനുഷ്യനാണേലും മൃഗമാണേലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അത് നമ്മുടെ കയ്യിൽ വന്നു പെട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നുകൊണ്ടാണ് എനിക്കിത് വന്നതിന്. ഇനി ആ പട്ടിക്കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവൻ്റെ അവകാശം നേടിയെടുത്തു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കുന്നു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കൂറ്റനാട് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ 5 പേർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുറച്ചു നാളുകളായി കൂറ്റനാട് ടൗണിലും തൃത്താലയുടെ പരിസര പ്രദേശങ്ങളിലുമായി തെരുവുനായ ശല്യം രൂക്ഷമാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. ദിവസവും 15 പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ നൽകുന്നത്. വള്ളസദ്യയുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് വഴിപാട് വള്ളസദ്യകളിൽ പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,140 രൂപ, പവന് 73,120 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,530 രൂപ, പവന് 60,240 രൂപ. വെള്ളി ഗ്രാമിന് 123 രൂപ, കിലോഗ്രാമിന് 1,23,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം ദിൽന ചേരും. നമസ്കാരം.